അതായത് ഇവർ നിരന്തരം ബംഗളൂരുവിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു വിഷയം നേരത്തെ ഉണ്ട്. പിന്നെ ഇത് പുറത്തെത്താനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, ഒരു സഫ്വാൻ എന്ന് പറഞ്ഞൊരു യുവാവ്, ആ യുവാവിനെ ലഹരി കേസിൽ പിടിച്ചപ്പോൾ അവൻ്റെ ഫോണ് സ്വാഭാവികമായിട്ടും പരിശോധിച്ചു. അപ്പോൾ ഫോണ് പരിശോധിച്ചപ്പോൾ ആ ഫോണിൽ നിന്ന് ലക്ഷങ്ങളുടെ ഇടപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കീർത്തന എന്ന് പറയുന്ന പിന്നെ ടീച്ചറുമായിട്ട് നടത്തിയിട്ടുണ്ട്. ആ കുട്ടികളെ സോപ്പിടാൻ വേണ്ടി പലപ്പോഴും ഇവർ മുന്നിൽ കൊണ്ടുവെക്കുന്നത് ഏതെങ്കിലും DJ റൂമുകളുണ്ടാവും, ഹാളുകളുണ്ടാവും. അതിലേക്ക് കൊണ്ടുപോയിട്ട് ആ പാട്ടിട്ട് കൊടുത്ത് കുട്ടികൾ ഡാൻസ് ആടി തിമർത്തതിന് ശേഷം പിന്നീട് കുട്ടികൾ വന്നുകൊണ്ട് ഈ മറ്റുള്ള ആവശ്യങ്ങളൊന്നും ഇവരോട് പറയില്ല. അതോടൊപ്പം തന്നെ ഒരു പക്ഷേ ഇത്തരം സമീപനങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കുന്ന വിധം 2-3 അനുഭവങ്ങളൊക്കെ പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. നമുക്ക് വളരെ സങ്കടകരമായി വഴി കാണിക്കേണ്ട അധ്യാപകർ വഴിതെറ്റിക്കുന്ന രൂപത്തിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ശ്രദ്ധിക്കുകയുണ്ടായി. 2 അധ്യാപികമാർ MDMA-യുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലാവുന്ന സാഹചര്യം. സ്കൂളുകളിലും മറ്റുമൊക്കെ ഭംഗിയായി കൊണ്ട് നടക്കേണ്ട ആളുകൾ ഒറ്റപ്പെട്ട സംഭവമായിട്ട് തള്ളിക്കളയേണ്ട സാഹചര്യത്തിലാണ് കൂടെ അല്ല പോകുന്നത്. കുട്ടികൾ മാത്രമല്ല, എല്ലാവരെയും ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ അതിൻ്റെ സ്ഥാപന മേധാവി പറയുന്നുണ്ട്, വളരെ സങ്കടത്തോടുകൂടി പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ അവർ സുംബൻ്റെ ആളായിരുന്നു, ഞങ്ങളൊക്കെ സ്റ്റെപ്പ് എടുത്ത് ഡാൻസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്ന ആളാണ്. സുംബ ഡാൻസ് കളിച്ച പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റോ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റ് മുന്നിൽ വെച്ചപ്പോൾ സ്കൂൾ ഒന്നടങ്കം അവർക്ക് കീഴിൽ തുള്ളിച്ചാടി നടന്നിരുന്ന് എന്ന് പറഞ്ഞാൽ ഒരു സങ്കടത്തോടുകൂടി പറയുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സാധാരണ അധ്യാപകരും ബാക്കിയൊക്കെ ആണെങ്കിലും പല ടൈപ്പുകളിലുള്ള ആളുകളുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ചൊക്കെ മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അതിൻ്റെ അച്ചടക്കം കാര്യങ്ങളൊക്കെ നോക്കും. ഏറ്റവും പുതിയതായി ജോയിൻ ചെയ്ത ആളുകൾ കുട്ടികളൊപ്പം ബാക്കിയും കൂടിങ്ങാണ്ട് പിന്നെ എല്ലാ ഇതിനും വേണ്ടാത്തതിനും കാര്യങ്ങൾക്കൊക്കെ കൂടെ നിൽക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ കേരളത്തിലെ ഉള്ള നിയമമാണ്, നമ്മൾ ഭംഗിയായി എല്ലാ യൂണിവേഴ്സിറ്റികളും പാലിക്കുന്നതാണ്. ക്യാമ്പസുകളിൽ DJകൾ പാടില്ല, അമിതമായി പണക്കൊഴുപ്പിൻ്റെ പ്രോഗ്രാമുകൾ പാടില്ല. അത് മന്ത്രിനെ ഇരുത്തി കൊണ്ട് തന്നെ യൂണിയൻ ചെയർമാൻ വലിച്ചു കീറി വളരെ കുട്ടികളെ കയ്യടി കിട്ടുമായിരിക്കും. പക്ഷേ അവിടേക്കുള്ള അപകടങ്ങൾ ചില്ലറ സംഗതികളല്ലല്ലോ. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ആരും തിരുത്താൻ പോലും മുന്നോട്ട് വന്നില്ല എന്നുണ്ട്. നമ്മൾ ഈ വഴിതെറ്റിക്കുന്ന അധ്യാപകർ ഉണ്ടാകുമ്പോൾ എന്താണ് ഈ ഒരു സമൂഹത്തിന് നമുക്ക് നൽകാനുള്ള സന്ദേശം? ഇതൊക്കെ നമ്മളെ വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ആദ്യം പിന്നെ യൂണിയൻ ചെയർമാന് ഇത് ചീന്തി എറിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, മന്ത്രി ഇരിക്കുന്നൊരു സ്റ്റേജിലാണ് ചെയ്തത്. അത് ശരിക്കും വസ്തുനിഷ്ഠമായിട്ട് ആ സർക്കുലറിലുള്ള കാര്യങ്ങൾ അതിൽ വിദ്യാർത്ഥി സമൂഹത്തിന് ദോഷകരമാണ് എന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കുന്ന ഒരു സംഗതി ഏതൊക്കെയാണ്, അതുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാമല്ലോ. അത് ശരിക്കും പറയാൻ ആ പറഞ്ഞ ആളും ആ കീറിയ ആളും അതിന് കൈയടിച്ച കുട്ടികളും ഒക്കെ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ അതിനുശേഷം മന്ത്രി അതിനെക്കുറിച്ച് എന്ത് പരാമർശം നടത്തി എന്ന് എൻ്റെ വിവരം എൻ്റെ അടുത്തില്ല. മീഡിയയിൽ എവിടെയും മന്ത്രി ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് കണ്ടിട്ടില്ല. ഏതായിരുന്നാലും മന്ത്രിയും അതിനോട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ആ വിഷയത്തെ പഠനവിധേയമാക്കിക്കൊണ്ട് എന്താണ് അതായത് DJ പാർട്ടി ഈ പിന്നെ കുട്ടികൾക്കിടയിൽ ലഹരി വ്യാപനത്തിന്, അതുപോലെ തന്നെ കുട്ടികൾ തമ്മിലുള്ള ശത്രുതക്ക്, അവരുടെ ആരോഗ്യപരമായ പ്രശ്നത്തിന്, അവരുടെ പഠന സംബന്ധമായ വിഷയത്തിന് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാല അനുഭവങ്ങളാണ്. നമ്മുടെ വെറ്റിനറി യൂണിവേഴ്സിറ്റി സിദ്ധാർത്ഥം മരിക്കുന്നത് ഇതുപോലെ പ്രോഗ്രാമിൻ്റെ ബാക്കിയാണ്. നമ്മുടെ പിന്നെ ഷഹബാസ് മരണപ്പെട്ടത് ഒരു DJ പാർട്ടിയിൽ ഉണ്ടായ പ്രശ്നത്തിൻ്റെ തുടക്കമാണ്. ഇങ്ങനെ ആവർത്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ, ജനപ്രതിനിധികൾ, മന്ത്രിമാർ, മേയർമാരടക്കം വന്നിട്ട് ഇത് നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ തൂഫാനും പരിപാടിയൊക്കെ ഗംഭീരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇതിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്ന ഇത്തരം സാഹചര്യങ്ങളെ കൂടി ഇല്ലാതെയാക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട ബാധ്യതപ്പെട്ട ഒരു മന്ത്രി ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് അതിനോട് കാര്യമായ പ്രതികരണം ഉണ്ടായില്ല എന്നതും നമ്മുടെ നാട് ഇപ്പോഴും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഒന്ന്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് 2 അധ്യാപികമാരാണിതിൽ ഈ ലഹരി കേസിൽ. എന്താണ് അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. പേരാമ്പ്രയിലാണ് സംഭവം. അതായത് പിന്നെ 2 അധ്യാപകരാണ് പിടിയിലായിട്ടുള്ളത്, അധ്യാപികമാർ. അതായത് BRCയിലെ താൽക്കാലിക അധ്യാപകരാണ് അവർ. ഒന്നതൊരു കാവ്യ എന്നുള്ള പേരും മറ്റൊന്ന് കീർത്തന എന്നുള്ള പേരിലുള്ളതാണ്. അതായത് ഇവർ നിരന്തരം ബംഗളൂരുവിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു വിഷയം നേരത്തെ ഉണ്ട്. പിന്നെ ഇത് പുറത്തെത്താനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, ഒരു സഫ്വാൻ എന്ന് പറഞ്ഞൊരു യുവാവ്, ആ യുവാവിനെ ലഹരി കേസിൽ പിടിച്ചപ്പോൾ അവൻ്റെ ഫോണ് സ്വാഭാവികമായിട്ടും പരിശോധിച്ചു. അപ്പോൾ ഫോണ് പരിശോധിച്ചപ്പോൾ ആ ഫോണിൽ നിന്ന് ലക്ഷങ്ങളുടെ ഇടപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കീർത്തന എന്ന് പറയുന്ന പിന്നെ ടീച്ചറുമായിട്ട് നടത്തിയിട്ടുണ്ട്, അധ്യാപികയായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഈ ടീച്ചർ ഈ ഫ്രെയിമിലേക്ക് വരുന്നത്.
അങ്ങനെ അത് അന്വേഷിച്ചപ്പോഴാണ് ഇവരെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇവൻ്റെ അടുത്ത് നിന്ന് ആരൊക്കെയാണോ ലഹരി സാധനങ്ങൾ വാങ്ങുന്നത് ആ വാങ്ങുന്ന ആളുകൾ കാശ് അയക്കണത് എവിടേക്കാണ്? ഈ ടീച്ചർക്കാണ്. അപ്പോൾ പിന്നെ ടീച്ചറാണ് ഇവന് കാശ് കൊടുക്കുന്നത്. എന്നിട്ട് അപ്പോൾ അതെന്താ വെച്ചാൽ ടീച്ചർമാർക്ക് അധ്യാപകന്മാർക്കൊക്കെ എന്തുണ്ട്, ഒരു പ്രിവിലേജ് ഉണ്ട് ഇവിടെ. അവർ കുഴപ്പമൊന്നും ചെയ്യില്ല, പ്രശ്നക്കാരൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കാശ് അയക്കുമ്പോൾ അവർ തെറ്റിദ്ധരിക്കില്ലല്ലോ. എന്നിട്ട് ഇവർക്കുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കമ്മീഷനാണ്. ഇത്ര കാശ് വന്നാൽ ഇത്ര കാശ് അവർക്ക് എടുക്കുക, ബാക്കി ഇയാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്. വളരെ ദൂരത്തുള്ള ജീവിതമാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, നയിച്ചിട്ടുള്ളത്. അവരുടെ കൂടെ ഉള്ളതാണ് ഈ പിന്നെ കാവ്യ എന്ന് പറയുന്ന ഒരു പിന്നെ ടീച്ചർ. പിന്നെ വേറെ ഒരു മൂന്നാമത്തെ അധ്യാപിക കൂടെ ഉണ്ട്. പക്ഷേ അവരിപ്പോൾ കുറ്റക്കാരല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, ഒന്ന് അധ്യാപക സമൂഹത്തിനെ ഇത് വെച്ചുകൊണ്ട് മൊത്തത്തിൽ എന്ത് ചെയ്യരുത്, സമൂഹം ഇങ്ങനെ കാണാൻ പാടില്ല. വളരെ തീർത്തും ഒറ്റപ്പെട്ട കേസ് തന്നെയാണ്. ഒറ്റപ്പെട്ട കേസ് എന്ന് പറഞ്ഞാൽ അധ്യാപകർക്കിടയിൽ നിന്ന് ഒറ്റപ്പെട്ടതാണ്. കാരണം അധ്യാപകരുടെ ഇടയിൽ ഇത് വളരെ വളരെ റയറായിട്ട് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ അപൂർവം ഉണ്ടായേക്കാം, അതിന് ആക്ഷൻ എടുത്തിട്ടുണ്ടാവും. പക്ഷെ അതൊരു വ്യാപകമല്ല. അപ്പം ഇത് ഒന്നിനക്ക് പറയാനുള്ള അധ്യാപക സമൂഹത്തെ മൊത്തത്തിൽ ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്, ആ രീതിയിൽ കാണരുത്. ഒന്നതാണ് ഇത് സൂചിപ്പിക്കാനുള്ളത്. പക്ഷെ ഒരിതുണ്ട്, ഇപ്പൊ ഈ സിഗരറ്റ് വലിക്കുന്ന അധ്യാപകര് ബാക്കി അവർക്കൊക്കെ ചെറിയൊരു പിന്നത് നല്ലതാണ്. അത് ആരെങ്കിലും ആ വക്കത്ത് രഹസ്യമായിട്ട് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കുറച്ച് സാറ് കള്ളുടിക്കേണ്ടത് കുട്ടികളുടെ പറയുമ്പോൾ അവിടെ ഇടങ്ങാറുണ്ടല്ലോ, പോലല്ലോ, ഒരു ജാഗ്രതക്ക് നല്ലതാണ് അതൊക്കെ. പിന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞൊരു സംഗതി, ഈ പിന്നെ പിടിക്കപ്പെട്ട പിന്നെ കായികാധ്യാപികയാണ്. അപ്പോൾ കായികാധ്യാപിക സൂംബ ഡാൻസിന് നേതൃത്വം കൊടുത്തിരുന്നു. അതിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. അതിലൊന്ന് ഒരു കാര്യം കൂടി ഉണ്ട്. അവരെക്കുറിച്ച് മുദ്രാവാക്യം വിളിച്ചിരുന്ന ആൾക്കാർ പറഞ്ഞൊരു കാര്യം, അവർ സൂംബ കളിക്കുന്നതിനിടയിൽ അവരുടെ പിന്നെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തോ സിഗരറ്റോ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് തന്നെ ചാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു, തെറിച്ചിട്ടുണ്ട് എന്നുള്ള പ്രശ്നം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ അന്നേ പറഞ്ഞതാണ് എന്ത്, ഇത്തരം സംഗതികൾ സ്കൂളുകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ലഹരി ഇല്ലാതെയൊക്കെ അല്ലേ ചെയ്യുക. അത് പിന്നെ DJ പാർട്ടിയിലേക്കും പരിപാടിയിലേക്കൊക്കെയാണ് കുട്ടികൾ എത്തിക്കുക. കാരണം കുട്ടികൾ ഇത് കാണാൻ വേണ്ടി ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ഇൻ്റർനെറ്റിൽ കയറിയിട്ട് യൂട്യൂബ് കയറിയിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ വെസ്റ്റേൺ കൺട്രിയിലൊക്കെ നടക്കുന്നുണ്ട്. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് അത് തന്നെയാണ് എന്ത് ചെയ്യുക, അതിൻ്റെ അൽഗോരിതം അനുസരിച്ച് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത്തരം സംഗതികൾ കുട്ടികളെ ഇങ്ങനത്തെ ഒരു ലോകത്തിലേക്ക് എന്ത് ചെയ്യും, എത്തിക്കും. അത് നമ്മുടെ പൊതുവിദ്യാലയത്തിൽ നിന്ന് അതിന് റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആയിട്ട് അത് മാറാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അന്ന് നമ്മൾ ഒറ്റപ്പെടുത്തി എന്ത് ചെയ്തു, എല്ലാവരും ആക്രമിച്ചു. ഭയങ്കര മോശക്കാരനായിട്ടും 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ആളായിട്ടും ഒക്കെ എന്ത് ചെയ്ത് ചിത്രീകരിച്ചു. അപ്പോൾ അത്തരം ആളുകളോട് ഇനിയെങ്കിലും ആ കല്ലെറിഞ്ഞ ആളുകൾ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോഴെങ്കിലും ഇത് തിരിച്ചറിയണം. അന്നേ നമ്മൾ പറഞ്ഞതാണ്, ഇതിനു വേണ്ടി നടക്കുന്ന ആളുകൾ അത് സതുദ്ദേശപരമായിട്ടല്ല, എല്ലാവരും അടക്കി പറയല്ലേ ഞാൻ, പക്ഷേ ഇതിലുണ്ട്. അപ്പോൾ ഈ കായിക അധ്യാപകരുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. പിന്നെ മറ്റൊരു വിഷയം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഇതിൻ്റെ വരെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് അധ്യാപകരുണ്ട്, അവർക്കിതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മൾ അത്ഭുതത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. അതിന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, പണ്ടല്ല ഇപ്പോഴും ഉണ്ട്, അധ്യാപകർക്കിടയിലൊക്കെ ഭയങ്കരമായൊരു ബന്ധം, ഒരു പിന്നെ അടുപ്പുണ്ടാവും. അവർ സ്വാഭാവികമായിട്ട് അവർ വീട്ടിലത്തെ കാര്യങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും, അതിൻ്റോടൊപ്പം ചേർന്ന് നോക്കും, പ്രയാസമുള്ളവരെ അവർ കൂട്ടിപ്പിടിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും അധ്യാപക സമൂഹം മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിൽ നിന്ന് അധ്യാപക സമൂഹത്തിൻ്റെ ഒരു ലെയറെങ്കിലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്ത്, വേറെ പല ഓഫീസുകളിലൊക്കെ ആളുകൾ പറയുന്നിട്ടുണ്ട്, അവിടെ ഞാൻ എൻ്റെ ജോലി ചെയ്യും, ഞാൻ തിരിച്ചു പോരും, ആരവിടെ വർക്ക് ചെയ്യണതെന്ന് നമുക്കറിയില്ല എന്ന് പറയാറുണ്ട്. ഇത് പിന്നെ അങ്ങനെയുള്ള പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ BRCയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അധ്യാപകർ നേരിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന പിന്നെ പീരിയഡ് അടിസ്ഥാനത്തിൽ പിന്നെ പോണ അല്ല ആ ഒരു ഭാഗത്തിൽ നമ്മൾ പ്രത്യേകം കാണാം. ഏതായിരുന്നാലും അധ്യാപകർക്കിടയിലുള്ള അങ്ങനത്തെ ആത്മബന്ധങ്ങൾ കുറഞ്ഞു പോകുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണം കൂടി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ രണ്ട് ആളുകളുടെയും ഒരു ചുറ്റുപാടുണ്ടല്ലോ. അത് നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുന്നത് ഒരു ഡൈവേഴ്സാണ്. അവർ രണ്ടുപേരും പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ, ഒറ്റക്കാരനല്ല ആ രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അധ്യാപകര് സ്ഥാപന മേധാവി പറയുന്നുണ്ട്, അവർ അതിൻ്റെയൊക്കെ ഒരു അസോസിയേഷനും ബാക്കി അതിൻ്റെ ഒക്കെ ഒരു കൂട്ടായ്മൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നടക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെന്നൊരു സാധനം പറയുന്നുണ്ട്. ഒരു ഫാമിലി സെറ്റപ്പിൽ നിൽക്കാതെ പുരുഷന്മാരായിരുന്നാലും സ്ത്രീകളായിരുന്നാലും ഒറ്റപ്പെട്ട് നടക്കുമ്പോൾ അതിൻ്റേതായ തിക്തഫലം എന്ത് ചെയ്യും, ഉണ്ടാകും എന്നതുകൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഏതായിരുന്നാലും ഇവരെ കരാറടിസ്ഥാനത്തിലാണ് അത്ര ഇവരെ നിയമിച്ചിരുന്നത്. അപ്പോൾ അത് ഒരു വർഷം
പിന്നെ അവരുടെ ജീവിതത്തിൽ ഒക്കെ തൃപ്തികരമാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പുതുക്കി കൊടുക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒറ്റപ്പെട്ട കേസുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനോട് പിന്നെ ഇതിനെ സ്മെല്ല് ചെയ്യുന്ന വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അവഗണിച്ചുകൊണ്ട് വീണ്ടും അവർക്ക് പിന്നെ നിയമനം കൊടുത്തു എന്നിടത്തൊരു ജാഗ്രത കുറവ് എന്ത് ചെയ്തിട്ടുണ്ട്, ഉത്തരവാദപ്പെട്ട ആളുകളിൽ സംഭവിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഇനിയെങ്കിലും ഇത്തരം വിഷയങ്ങൾ ഇല്ലാതിരിക്കുക, ഇത് അവസാനത്തതാകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ മുജീബ് മാഷ് നമ്മുടെ കൂടെ ഉണ്ട്, ഹയർ സെക്കൻഡറിയിലെ കുട്ടികളും ബാക്കി കയറ്റു പോകണം. ഇപ്പോൾ ഇതിപ്പോൾ ഈ വഴി കാണിക്കേണ്ട അധ്യാപകർ തെറ്റുമ്പോൾ ഇപ്പോൾ പല ആളുകൾക്ക് ഇപ്പോൾ കേരളത്തിൽ ഏത് സ്ഥാപനങ്ങളുണ്ടെങ്കിലും അവിടെയൊക്കെ വ്യത്യസ്തങ്ങളായുള്ള പ്രോഗ്രാമുകളുണ്ട്, എക്സ്കർഷനുകളുണ്ട്. ഇപ്പം അതിൽ ഭൂരിപക്ഷം നല്ലതായിരിക്കാം, പക്ഷേ ഒരു വേള ഈ ലഹരി ഉപയോഗിക്കാൻ കുട്ടികളായിട്ടൊക്കെ പോകുമ്പോൾ നമ്മളൊക്കെ DHC സെൻറ്ററിലും ബാക്കി ആൾക്കാരോട് സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടാകും ഈ പറഞ്ഞ രൂപത്തിൽ സ്കൂളിൽ ട്രിപ്പ് പോയപ്പോൾ ഉപയോഗിച്ച സംഗതികൾ അന്ന് ആദ്യം മദ്യപിച്ചു ബാക്കി എന്നുള്ളതാണ്. ഇത് എന്നിട്ട് അറിഞ്ഞിട്ട് പോലും മൂടി വയ്ക്കുന്ന സംഭവങ്ങളുണ്ട്. അതിൻ്റെ അന്ന് എക്സ്കർഷൻ പോകുമ്പോൾ അല്ലെങ്കിൽ ദൂരെ മണാലി പോകുമ്പോൾ കാശ്മീർ പോകുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും അറിയുന്നില്ലെങ്കിലും ഇത് ലഹരി ഉപയോഗിക്കുന്ന ആളുകളും കൂടി കുട്ടികളും ചേർന്നിട്ട് ഇങ്ങനെ വഴി തെറ്റിക്കുന്ന അവസ്ഥകളുണ്ട്. പിന്നെ കൃത്യമായി പറഞ്ഞാൽ ഒന്നും കൂടി വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ സ്ഥിരമായി രാത്രികാലങ്ങളും അധ്യാപകരും കുട്ടികളൊക്കെ തെറ്റ് ചെയ്യുകൊണ്ടുള്ള സ്ഥാപനങ്ങളും ഇല്ല. നമുക്ക് നേരിട്ട് ചൂണ്ടിക്കാണിക്കാൻ അറിയില്ലെങ്കിലും ഉള്ളതിൻ്റെ വസ്തുതയാണ് അത്. അതിൻ്റെ ആൾക്കാർക്ക് ഒരു വെള്ളടിക്കണമെങ്കിൽ മറ്റൊരാളെ കണ്ടാൽ തിരിച്ചറിയുന്ന പറഞ്ഞ പോലെ ഉണ്ട്. എന്താണ് ഒരു ഹയർ സെക്കൻഡറി അധ്യാപകൻ എന്നുള്ള നിലക്കും നിങ്ങൾക്ക് എന്താണ് സൂചിപ്പിക്കാനുള്ളത്? ഇതിൽ നമ്മൾ മുമ്പ് പിന്നെ ചർച്ച ചെയ്ത ഒരു സംഗതിയാണ് ജെൻഡർ പൊളിറ്റിക്സ് ചർച്ച ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി ഇതിങ്ങനെ പറയുമ്പോൾ ആളുകൾ പറയാണ്ട് ശരിക്കും വെച്ചാൽ ഈ പിന്നെ ഈ ഗേ അതുപോലെ ലെസ്ബിയൻ പോലെയുള്ള സിസ്റ്റം, ആ സിസ്റ്റത്തെ ശക്തമായി എതിർത്തുകൊണ്ടാണ് NGOs കടന്നു വരിക. അപ്പോൾ ഇതിനെക്കുറിച്ച് ശക്തമായി എതിർക്കുമ്പോൾ തന്നെ അവരുടെ ഹിഡൻ അജണ്ട എന്ന് പറഞ്ഞാൽ ഇത് സമൂഹത്തിൽ വ്യാപകമാക്കുക, എതിർത്തുകൊണ്ട് പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു ശൈലിയാണ് അവർ ആ സമയത്ത് സ്വീകരിച്ചതെന്നുള്ളതാണ് പഠനങ്ങൾ പറയണേ. എന്നതുപോലെ ശരിക്കും ഇപ്പം വേറൊരാൾ പിടിച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെ, അതായത് സംസ്ഥാന പ്രസിഡന്റ് ആൻറ്റി ഡ്രഗ്സിൻ്റെ പ്രവർത്തകനായിട്ടുള്ള സംസ്ഥാന പ്രസിഡൻ്റാണ് ഒരു യുവാവിനെ ഇതിൽ അയാളുടെ പിന്നെ റൂം പരിശോധിച്ച് എന്നുള്ള MDM ഒക്കെ ധാരാളമായിട്ട് പിടിക്കുകയും അങ്ങനെ അയാൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അയാളെന്ന് വെച്ചാൽ ശക്തമായി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നിരുന്ന ആളാണ് എന്നാണ് പറയുന്നത്. തൊപ്പിൻ്റെ വിഷയം വന്നപ്പോഴേ UAE ഒരു യൂട്യൂബർ അതേപോലെ പിടിച്ചില്ലേ, അത് ആ യൂട്യൂബർ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കിയിട്ടുള്ളത് ലഹരിക്കെതിരിൽ പ്രവർത്തിച്ചുകൊണ്ടാണ്. ഈ പിന്നെ അറിയപ്പെടുന്ന സെലിബ്രിറ്റികളൊക്കെ ലഹരി ഉപയോഗിക്കുന്നതൊക്കെ സ്വകാര്യമായിട്ട് ഷൂട്ട് ചെയ്യുക, അവരുടെ പിന്നെ രഹസ്യങ്ങൾ എടുക്കുക, എന്നിട്ട് അതിട്ടിട്ട് ഇവർ ലഹരി ഉപയോഗിച്ചു പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം ഇയാൾ പിന്നെ റൂമിൽ ഇവൻ ലഹരി ഉപയോഗിച്ചപ്പോൾ അറിയാതെ ക്യാമറ ഓൺ ആയിരുന്നു, അത് ലൈവ് പോയി. അങ്ങനെ പിടിച്ച് അവിടെ ഗവൺമെൻറ് പൂട്ടി. എന്നതുപോലെ ഈ സ്കൂളിൽ നേരത്തെ പിടിച്ച ഈ കീർത്തന അതേപോലെ കാവ്യ പോലെയുള്ള ഇവരും ശരിക്കും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നിലുണ്ട്. ഇപ്പോൾ നമ്മളതിൽ ഇപ്പോൾ സൂംബ ഡാൻസും അതുപോലെ യോഗയും പഠിപ്പിക്കുന്നുണ്ട് കീർത്തന. അപ്പോൾ നേരത്തെ സൂംബയുമായി ബന്ധപ്പെട്ട് അഷറഫ് കൂടുതൽ വേട്ടാടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണല്ലോ. അപ്പോൾ ഏതായിരുന്നാലും അതിനെ ശക്തമായിട്ട് നമ്മൾ എതിർത്ത് സംസാരിക്കുമ്പോഴും ഈ സമൂഹം ഒന്നടങ്കം ഇതിലെന്താണ് പ്രശ്നം എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ സ്കൂളിലെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറിൽ നിന്ന് MDMA, അതും സൂംബ പഠിപ്പിക്കുന്ന ടീച്ചറിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട മറ്റൊരു പാഠം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ധാരാളം ആളുകൾ ഉണ്ട് പുറത്ത്. ഇപ്പോൾ ഈ തൂഫാൻ എന്ന് പറയുന്ന നമ്മൾ പിന്നെ നാർക്കോട്ടിക് ഹണ്ട് അതിപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കിയതിനെ പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ സ്കൂളിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ മൊത്തത്തിലൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട്, ഒരു അപരിചിതരൊന്നും കാണാത്തൊരവസ്ഥ ഉണ്ട്. അതേപോലെ തന്നെ അങ്ങനെ നമുക്കൊരു സുരക്ഷാ വലയം തീർക്കേണ്ട ഒരു സാഹചര്യം ഇപ്പം ഇല്ല. കാരണം എല്ലാവരുടെ മനസ്സിലും പേടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായൊരു സംഗതിയായിട്ട് നമ്മൾ കാണണം. അപ്പോൾ ഇതിൽ പിന്നെ അതേപോലെ ഇപ്പോൾ ഇവരെ വഴിതെറ്റി എക്സ്കർഷനും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഈ ടൂർ ഓപ്പറേറ്റർമാരെ നമ്മൾ കൃത്യമായി ഒരു കൈകാര്യം ചെയ്യേണ്ട ഒരു വിഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഇവർ പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ സ്ഥലങ്ങളാണ് ആദ്യം പറയാം, നല്ല പിന്നെ അട്രാക്റ്റീവ് റൂമുകൾ, ലക്ഷറി റൂമുകളാണ് കുട്ടികളുടെ മുന്നിൽ കാണിക്കുക. എന്നാൽ അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾ വിചാരിക്കുന്ന വിധമുള്ള റൂമുകൾ കാണില്ല. അപ്പോൾ ആ കുട്ടികളെ സോപ്പിടാൻ വേണ്ടി പലപ്പോഴും ഇവർ മുന്നിൽ കൊണ്ടുവെക്കുന്നത് ഏതെങ്കിലും DJ റൂമുകളുണ്ടാവും, ഹാളുകളുണ്ടാവും. അതിലേക്ക് കൊണ്ടുപോയിട്ടിട്ട് ആ പാട്ടിട്ട് കൊടുത്ത് കുട്ടികൾ ഡാൻസ് ആടി തിമർത്തതിന് ശേഷം പിന്നീട് കുട്ടികൾ വന്നുകൊണ്ട് ഈ മറ്റുള്ള ആവശ്യങ്ങളൊന്നും ഇവരോട് പറയില്ല. അതോടൊപ്പം തന്നെ ഒരു പക്ഷേ ഇത്തരം സമീപനങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്ന വിധം 2-3 അനുഭവങ്ങളൊക്കെ
പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഇതേപോലെ ഈ കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്ന കുട്ടികളെ ഒന്ന് സൈഡാക്കാൻ വേണ്ടി അവർക്ക് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കൊടുക്കുന്നൊരു ശൈലിയൊക്കെ പലപ്പോഴും സ്വീകരിക്കാറുണ്ട് എന്ന് ഇതിലെ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പറയാറുണ്ട്. ഏതായിരുന്നാലും ശരിക്ക് സമൂഹം, രക്ഷിതാക്കൾ, അധ്യാപകർ ജാഗ്രത പുലർത്തണം തന്നെയാണ്. ഇതിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും കുട്ടികളെ ആ മാർഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ. അവരെ കൂടി ഈ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി സമൂഹത്തിൽ പിന്നെ ആരോട് ചോദിക്കാൻ ആരുണ്ട് എന്നുള്ള ഒരു ചോദ്യം അവിടെ മുന്നിലുണ്ടാകും. യഥാർത്ഥത്തിൽ ഈ ഒരു അപകടത്തെ അതിൽ മുന്നിൽ കണ്ടുകൊണ്ട് ഈ പിടിക്കപ്പെട്ട ആളുകൾക്ക് മാതൃകാപരമായ ശിക്ഷ, ശരിക്കും പറഞ്ഞാൽ അവരെ ഈ ഇതിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞു, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ ശരിക്കും അവർ PSC കിട്ടി വന്നവരല്ല, ഡെയിലി വേജിനാണ്. ഏത് സമയത്ത് അവരെ പിരിച്ചുവിടാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല, ഇനി ഒരിക്കലും ഇത്തരം ജോലികളിലേക്ക് പ്രവേശിക്കാത്ത വിധം അതേപോലെ ശക്തമായ ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് ശിക്ഷ നൽകിക്കൊണ്ട് തന്നെ ആളുകൾക്ക് മാതൃകയാക്കിയാൽ കുറച്ചുകൂടി നമുക്കതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ടൂറുകൾ വരാൻ പോവുകയാണ്. ഇതിനൊന്നും ഒരു മോണിറ്ററിങ് സംവിധാനമല്ല. ആർക്കും എന്ത് ചെയ്യാം, ടൂർ ഓപ്പറേറ്റർ ആവാം, ബാക്കിയാവാം എന്നുള്ള രൂപത്തിൽ പിന്നെ ഭംഗിയായി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാകും. പക്ഷേ ഇത് ലൈസൻസ് ഉള്ളതാണോ, ശരിക്ക് കൃത്യമായ നിയമമുണ്ട്. ഇന്ന ലൈസൻസ് ഉള്ള ആളുകൾക്ക് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ തന്നെ ഹജ്ജിനും ഉംറക്കൊക്കെ അതിനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ യാത്ര കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ലൈസൻസ് വേണം. ഇതിനും അതുണ്ടോ, പക്ഷേ അങ്ങനെയുള്ള ആളുകളുണ്ടോ വെച്ചില്ല. എല്ലാവരും ഓപ്പറേറ്റർമാരെ കണ്ട് ആരാണ് കൂടുതൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മൈക്രോ മണി കളക്ട് ചെയ്ത് കണ്ട് വലിയ വലിയ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ നേരത്തെ മറ്റേ യൂണിവേഴ്സിറ്റി പുറത്തുനിന്ന് ആളെ കൊണ്ടുവരാം, ലക്ഷങ്ങൾ കൊടുത്തിട്ട് സെലിബ്രിറ്റിനെ ഇതിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാം, എന്നിട്ട് അത് വലിയ ആഘോഷമാക്കി മാറ്റുക. അപ്പോൾ ഏത് യൂണിയൻ ഭാരവാഹിയാണോ ഏറ്റവും വലിയ ആളെ കൊടുക്കുന്നത്, ഏറ്റവും കുറേ ആയിരക്കണക്കിന് കുട്ടികളുണ്ടാകുമ്പോൾ എല്ലാവരും പൈസ വെച്ചാൽ എന്ത് ചെയ്യും, എമൗണ്ട് വലുതായി കിട്ടും. അത് വിചാരിച്ചിട്ട് വേറെ സെലിബ്രിറ്റിനെ കൊടുന്നുകൊണ്ട് അങ്ങനെ പാവപ്പെട്ട ആൾക്കാരും ആ കൂട്ടത്തിൽ പഠിക്കണ്ടല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഒക്കെയാണ്, നമ്മുടെ ഏറ്റവും മിടുക്കരായ കുട്ടികളും ഫീസ് കമ്പാരിറ്റീവ്ലി കുറവുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ പോകണ ഇഷ്ടം പോലെ ഇതൊക്കെ ഉണ്ട്. അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.